ഹായ് ഓൾ, വെൽക്കം. ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ബൈ കിറ്റി ഗെയിൽ ഫെർഗൂസൺ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ക്വസ്റ്റ് എന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക, അന്വേഷിക്കുക. അപ്പോൾ എല്ലാത്തിനോടുള്ള ഒരു അന്വേഷണം എന്നാണ് നമ്മുടെ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന 38 വയസ്സുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരാള് ഒരു ക്ലാസ് കൊടുക്കാൻ നിൽക്കുന്ന ഒരു ഒക്കേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഒക്കേഷനിലാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. In the Cockcroft lecture room on April 29, 1918, scientists and university dignitaries gathered in steep tiers of streets, facing a 2-story wall of chalkboard and side screen. The occasion was the inaugural lecture by a new Luxian professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. അപ്പോൾ എന്താ കോക്രോഫ്റ്റ് ലെക്ചർ റൂം എന്ന് പറഞ്ഞാൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഹാളിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇൻ ദ കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980. അപ്പം നമ്മുടെ ഈ ക്ലാസ് നടക്കുന്നത് എവിടാണ്? ഈ കേംബ്രിഡ്ജിലുള്ള ഒരു വലിയ ഹാളിലാണ്. 1980 ഏപ്രിൽ 29 ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? സയന്റിസ്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡിഗ്നറ്ററീസ് എന്ന് വെച്ചാൽ പ്രമുഖ വ്യക്തികൾ. അപ്പൊ ആരൊക്കെയാ? സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, പ്രമുഖ വ്യക്തികൾ ഉണ്ടായിരുന്നു. ഇൻ സ്റ്റീപ്പ് ടയേഴ്സ് ഓഫ് സീറ്റ് എന്ന് പറഞ്ഞാല് കുത്തനെ നിരനിരയായുള്ള സീറ്റ്. അപ്പോൾ സീറ്റ് അറേഞ്ച്മെന്റ് ആണ് ഇനി പറയുന്നത്. കുത്തനെ നിരനിരയായിട്ടുള്ള സീറ്റ്, ഫേസിംഗ് എ 2-story വാൾ ഓഫ് ചോക്ക്ബോർഡ് ആൻഡ് സൈഡ് സ്ക്രീൻ. 2-story വാൾ എന്ന് പറഞ്ഞാല് ഇരുനിലയുള്ള ചുമരുകൾ. അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അപ്പുറം ഇപ്പുറം ചുമരുകളുണ്ട്. മാത്രമല്ല അത് എങ്ങോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? ഒരു ചോക്ക് ബോർഡും ഒരു സ്ക്രീനിലോട്ടുമാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ഒക്കേഷൻ വാസ് ദ ഇനാഗുറൽ ലെക്ചർ ബൈ എ ന്യൂ ലൂക്സിക്കൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ്. ഇതൊരു ഇനാഗുറൽ ലെക്ചറാണ്, ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ആരാ ഇത് എടുക്കുന്നത്? ലൂക്കീഷ്യൻ പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന ആളെയാണ് ലൂക്കീഷ്യൻ പ്രൊഫസർ എന്ന് പറയുന്നത്. ദ 38-year-old മാത്തമാറ്റീഷ്യൻ ആൻഡ് ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ്. അപ്പോൾ അതാരാണ്? നേരത്തെ തുടക്കത്തിലെ പറഞ്ഞതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അദ്ദേഹമാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ, ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ ക്ലാസിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫിസിക്സിന്റെ അവസാനമായോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഹിസ് ലിസണേഴ്സ് ബൈ അനൗൺസിംഗ് ദാറ്റ് ഹി തോട്ട് ഇറ്റ് വാസ്. സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ അമ്പരപ്പിക്കുക. ഇങ്ങനൊരു ചോദ്യം കേട്ടുനിന്ന മറ്റാൾക്കാരിൽ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. He invited them to join him in a sensational escape through time and space to find the holy grail of science. Holy grail എന്ന് വെച്ചാൽ പാനപാത്രം. അപ്പോൾ സയൻസിന്റെ പാനപാത്രം എന്ന് വെച്ചാൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന തിയറി എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ, അങ്ങനെ ഒരു ആകാംക്ഷാപരമായ യാത്രയിൽ എന്റെ ലിസണേഴ്സ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയെല്ലാം ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് ഹോക്കിംഗ് പറയുന്നു. ദ തിയറി ദാറ്റ് എക്സ്പ്ലെയിൻ ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇറ്റ് ഹാപ്പൻ ഇൻ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു തിയറി, സയൻസ് എന്ന് പറയുന്ന സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പറയുന്ന തിയറിയിൽ എന്താണ്? യൂണിവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. മാത്രമല്ല യൂണിവേഴ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തിയറി അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നതെന്ന് ഹോക്കിംഗ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയുന്നു.
Stephen Hawking sat silently in a wheelchair while one of his students read his lecture to the assembled company. Assembled company എന്ന് വെച്ചാൽ കൂടി നിൽക്കുന്ന ആളുകൾ, ലിസണേഴ്സ് ഉണ്ടല്ലോ അവര്. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്സ് ഒന്നും മിണ്ടാതെ വീൽ ചെയറിൽ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിൽ ഒരാള് ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. അപ്പൊ എന്താ, അദ്ദേഹത്തിന്റെ ആ അപ്പിയറൻസ് വെച്ച്, അപ്പിയറൻസ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു വലിയ സാഹസികത ചെയ്ത ഒരാളാണ് എന്നൊന്നും അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് കൊണ്ട് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളാണ്. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 in Oxford, England. It was exactly 300 years after the death of Galileo, the father of modern science. അപ്പൊ എന്താ, നമ്മുടെ ഹോക്കിങ്സ് ജനിച്ചത് 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജനനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ, 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ. അപ്പോൾ ഗലീലിയോ ആരാണെന്ന് നമുക്കറിയാം, ഫാദർ ഓഫ് മോഡേൺ സയൻസ് ആണ്. അപ്പോൾ അദ്ദേഹം മരിച്ച് 3 വർഷത്തിന് ശേഷമാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ജനിക്കുന്നത്. ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്, സ്റ്റീഫൻസ് പാരന്റ്സ് വെയർ നോട്ട്. അപ്പൊ ആരൊക്കെയാണ് സ്റ്റീഫന്റെ പാരന്റ്സ്? ഫ്രാങ്കും ഇസബെല്ലും. സ്റ്റീഫന്റെ കുട്ടിക്കാലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റീഫന്റെ അച്ഛനമ്മമാര് വെൽത്തി ഒന്നുമല്ല, പണക്കാരൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ ബിലീവ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ എന്താണെന്ന് അറിയാമായിരുന്നു. സോ ദേ പ്ലാൻ ഫോർ സ്റ്റീഫൻ ടു ഗോ ടു വെസ്റ്റ്മിനിസ്റ്റർ, എ ഫേമസ് പബ്ലിക് സ്കൂൾ ഇൻ ദ ഹേർട്ട് ഓഫ് ലണ്ടൻ. അപ്പോൾ സ്റ്റീഫനെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് അവര് തീരുമാനിക്കുന്നു. Unfortunately, Stephen was ill at the time of the scholarship examination for Westminster. എന്താ അൺഫോർച്ചുനേറ്റ്ലി എന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ ആ സമയം സ്കൂളിൽ അഡ്മിഷന്റെ ആ സമയം നമ്മുടെ സ്റ്റീഫന് അസുഖമായിട്ട് കിടപ്പായി. Therefore, he attended the local St. Albans school. അതുകൊണ്ട് തന്നെ ഫേമസ് ആയിട്ടുള്ള സ്കൂളിൽ അവന് പോകാൻ പറ്റിയില്ല. അവൻ പോയ സ്കൂൾ ഏതാണ്? ആൽബൻ സ്കൂളിലാണ് അവൻ പഠിച്ചത്. By the time he was 8, he was thinking seriously about becoming a scientist. 8-ാം വയസ്സിൽ തന്നെ സയന്റിസ്റ്റ് ആവുക എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. മാത്രമല്ല അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ ആലോചിച്ചും തുടങ്ങുന്നുണ്ട്. ഫ്രാങ്ക് ഹോക്കിംഗ് എൻകറേജ് ഹിസ് സൺ ടു ഫോളോ ഹിം ഇൻ ടു മെഡിസിൻ. എന്നാൽ അച്ഛൻ അദ്ദേഹത്തിനോട് മെഡിസിൻ എടുക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ബട്ട് സ്റ്റീഫൻ ഫൗണ്ട് ബയോളജി ടു ഇംപ്രസൈസ് എന്ന് വെച്ചാൽ കൃത്യതയില്ലാത്ത. അപ്പൊ സ്റ്റീഫൻ എന്താണ് പറഞ്ഞിരുന്നത്, അതിനുള്ള മറുപടി കൊടുക്കുന്നത് ബയോളജി എന്ന സബ്ജക്ട് ഒരു കൃത്യതയില്ലാത്ത ഒന്നാണെന്ന്. ഹി വാണ്ടഡ് എ സബ്ജക്ട് ഇൻ വിച്ച് ഹി കുഡ് ലുക്ക് ഫോർ എക്സാക്ട് ആൻസേഴ്സ് ആൻഡ് ഗെറ്റ് ടു ദ റൂട്ട് ഓഫ് തിങ്സ്. എന്നാൽ നമ്മുടെ സ്റ്റീഫന് ആവശ്യമുള്ള സബ്ജക്ട് തനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകുകയും തന്നെ റൂട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സബ്ജക്ട് എടുക്കാനാണ് നമ്മുടെ സ്റ്റീഫൻ ആഗ്രഹിച്ചത്. യങ് സ്റ്റീഫൻ വാസ് നോട്ട് പോജി എന്ന് വെച്ചാൽ ജീനിയസ്. നമ്മുടെ സ്റ്റീഫൻ ജീനിയസ് ഒന്നും ആയിരുന്നില്ല. ഹി വാസ് ജസ്റ്റ് ആൻ ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ്. ഒരു ഓർഡിനറി ഇംഗ്ലീഷ് സ്കൂൾ ബോയ് ആയിരുന്നു അദ്ദേഹം. സ്ലോ ഇൻ ലേണിംഗ് ടു റീഡ്, ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ദ ഡെസ്പെയർ ഓഫ് ഹിസ് ടീച്ചേഴ്സ്. വായിക്കാനൊക്കെ വളരെ പതുക്കെയാണ് തുടങ്ങിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ടീച്ചേഴ്സിലൊക്കെ നിരാശയാണ് ഉണ്ടാക്കിയിരുന്നത്. ഹി വാസ് റാങ്ക് നോ മോർ ദാൻ ഹാഫ് വേ അപ്പ് ഇൻ ഹിസ് ക്ലാസ്, തോട്ട് ഹി നൗ സേസ് ഇൻ ഹിസ് ഓൺ ഡിഫൻസ് ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്. അദ്ദേഹം പറയുന്നു, എന്റെ ക്ലാസ് എന്ന് പറയുന്നത് നല്ല ക്ലാസ് ആയിരുന്നു. മാത്രമല്ല എക്സാമിന്റെ ഒക്കെ സമയത്ത് റാങ്ക് വരുന്ന സമയത്ത് ആദ്യ പകുതിയിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് അത്ര പഠിക്കാനൊന്നും അത്ര വലിയ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നില്ല എന്ന് സ്റ്റീഫൻ സ്വമേധയായിട്ട് പറയുന്നുണ്ട്. At 14, Stephen knew that he would pursue mathematics and physics. അപ്പോൾ 14-ാം വയസ്സിൽ
സ്റ്റീഫൻ മനസ്സിലാക്കി ഞാനിനി പഠിക്കേണ്ടത് മാത്സും ഫിസിക്സും ആണെന്ന്. ഹിസ് ഫാദർ കോൾ ഹിസ് ഇംപ്രാക്ടിക്കൽ ഫോർ ദെയർ വെയർ നോ ജോബ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സെപ്റ്റ് ടീച്ചിങ്. അപ്പോൾ സ്റ്റീഫന്റെ അച്ഛൻ പറയുകയാണ് ഇതൊരു ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം എന്താ, മാത്സ് പഠിച്ചാൽ ടീച്ചിങ് അല്ലാതെ വേറെ ഒരു ജോലിയും കിട്ടാൻ സാധ്യതയില്ല. Moreover, he wanted his son to attend his own college and Oxford offered no mathematics. അച്ഛന്റെ ഒരു ആഗ്രഹം എന്താണ്, അച്ഛൻ പഠിച്ച കോളേജിൽ തന്നെ മകനും പഠിക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല. He followed his father's advice and studied chemistry, physics and only a little mathematics in preparation for the entrance into Oxford. അങ്ങനെ എന്താ, അച്ഛന്റെ അഡ്വൈസും വാക്കും എല്ലാം കേട്ടുകൊണ്ട് മകൻ പഠിക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? ഫിസിക്സ് പഠിച്ചു, കെമിസ്ട്രി പഠിച്ചു, കുറച്ച് മാത്സും പഠിച്ചു. ഓക്സ്ഫോർഡിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിച്ചു. He did well in physics and the interview was brilliantly accepted. അപ്പൊ എന്താ, നമ്മുടെ സ്റ്റീഫൻ നന്നായിട്ട് ഫിസിക്സ് പഠിച്ചു, ഇന്റർവ്യൂവിലൊക്കെ ബ്രില്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, അത് അവര് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. 1959 അദ്ദേഹം എന്താ, ഓക്സ്ഫോർഡിലേക്ക് പോയി നാച്ചുറൽ സയൻസ് പഠിക്കാനും മാത്രമല്ല ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനും. He joined University College, his father's college, and the oldest at Oxford, founded in 1249 AD. അപ്പോൾ എവിടാ പോയത്? തന്റെ അച്ഛൻ പഠിച്ച അതേ കോളേജിലായിരുന്നു പോയത്. അത് എത്ര 1429 AD വർഷത്തിലാണ് അത് ബിൽഡ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. Nevertheless, for about a year and a half, Hawking was lonely and bored. ആദ്യത്തെ 1.5 വർഷക്കാലം ഹോക്കിങ്ങിന് വളരെ ബോറായിട്ടാണ് അവിടെ ഫീൽ ചെയ്തത്. He was not inspired to relieve his boredom by exerting himself academically. Exerting എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക്. അപ്പോൾ ബോറായിരുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനോ പഠിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായിരുന്നില്ല. But halfway through his second year, he began enjoying Oxford. എന്നാൽ രണ്ടാമത്തെ വർഷം അദ്ദേഹത്തിന്റെ ക്ലാസും കോളേജും ഒക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. He became popular and well accepted among his peers. തന്റെ കൂട്ടുകാർക്കിടയിൽ സ്റ്റീഫൻ നല്ലൊരു വ്യക്തിയായിട്ട് മാറി. They remember him as lively, buoyant and adaptable. Lively എന്ന് വെച്ചാൽ ഉന്മേഷവാൻ, buoyant എന്ന് വെച്ചാൽ സന്തോഷമുള്ളവൻ, അഡാപ്റ്റബിൾ എന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആള്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാര് നമ്മുടെ സ്റ്റീഫനെ വിശേഷിപ്പിച്ചിരുന്നത്. He wore his hair long, was famous for his wit, liked classical music and science fiction and took part in sports. ഇനി അദ്ദേഹത്തിന്റെ ഫീച്ചർ, അദ്ദേഹം മുടി നീട്ടി വളർത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു, സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെട്ടിരുന്നു, സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. However, at the end of the third year, Hawking almost floundered എന്ന് വെച്ചാൽ ഡിഫിക്കൽറ്റി. എന്നിരുന്നാലും തേർഡ് ഇയറിന്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഹോക്കിങ്സിന് നല്ല ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നി, നല്ല പ്രയാസമായിട്ട് തോന്നി. He selected theoretical physics as his specialty. നേരത്തെ തന്നെ പറഞ്ഞു ഫിസിക്സ് ആണ് മെയിൻ ആയിട്ടും എടുത്ത സബ്ജക്ട് എന്നുള്ളത്. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. അതിനുശേഷം അദ്ദേഹം PhD എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ അവിടുത്തെ കോളേജ് ഒരു കണ്ടീഷൻ വെച്ചു, കേംബ്രിഡ്ജില് ഓക്സ്ഫോർഡില് ഫസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പറയുകയുണ്ടായി. ഹോക്കിംഗ് വാസ് കോൺഫിഡന്റ് ദാറ്റ് ഹി കുഡ് ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി. ആ സമയം ഹോക്കിങ്സിന് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ആസ് ദ എക്സാമിനേഷൻ ഡേ അപ്രോച്ച് ഹിസ് കോൺഫിഡൻസ് ഫെയിൽഡ്. എക്സാം ദിവസം ആവാറായപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എല്ലാം ഇല്ലാതെയായി. ഹോക്കിംഗ് എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് എ സെക്കൻഡ്. അദ്ദേഹത്തിന് എങ്ങനെ മാർക്ക് കിട്ടിയത്? ഫസ്റ്റിനും സെക്കൻഡിനും ഇടയിലുള്ള ഒരു മാർക്കാണ് കിട്ടിയത്. Faced with a borderline result, the examiners summoned Hawking for an interview and questioned him about his plans. അപ്പോൾ
ഇപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, ബോർഡർ ലൈനിൽ നിൽക്കുവാണ്. ഫസ്റ്റ് ക്ലാസ്സിനും സെക്കൻഡ് ക്ലാസ്സിനും ഇടയിലാണ് നിൽക്കുന്നത്. അങ്ങനെ അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്റർവ്യൂ നടത്തുന്ന ആൾക്കാർ അവന്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. അപ്പോൾ എന്താ, ആ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് വളരെയധികം ടെൻഷൻ അടിച്ചാണ് ഇരുന്നത്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം ഒരു പ്രസ്താവന വെക്കുകയുണ്ടായി. എന്താ അത്? ആ പ്രസ്താവന പിന്നീട് കൂട്ടുകാരൊക്കെ അറിയാനിടയാവുകയും ചെയ്തു. എന്താണ് ആ പ്രസ്താവന? If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിൽ പഠിക്കും. എന്നാൽ എനിക്ക് സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും എന്ന് അദ്ദേഹം പറയുന്നു. So I accept that you will give me a first. He got his first and he went to Cambridge. അങ്ങനെ അപ്പം എന്നിട്ട് പറയാണ്, നിങ്ങൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ എന്തോ ചെയ്തു, ഫസ്റ്റ് ക്ലാസ് കൊടുത്തു. മാത്രമല്ല കേംബ്രിഡ്ജിൽ പഠിക്കാനുള്ള അവസരവും കിട്ടി. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കേംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിൽ പഠിച്ചിരുന്ന സമയത്തെക്കാട്ടിലും മോശമായിരുന്നു കേംബ്രിഡ്ജിലെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ഹിസ് സ്ലിപ്ഷോർഡ് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് caught up with him and he found general relativity extremely tough. സ്ലിപ്പ് ഷോട്ട് എന്ന് വെച്ചാൽ അശ്രദ്ധമായ. അപ്പോൾ മാത്സ് അവന് നേരത്തെ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാത്സ് വളരെ ഡിഫിക്കൽറ്റി ആയിട്ട് അവന് തോന്നി. മാത്രമല്ല പിന്നെ എന്താ, അവിടെ ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറയുന്ന വേറെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതും എക്സ്ട്രീംലി ടഫായിട്ട്, വളരെയധികം ടഫായിട്ട് അവന് ഫീൽ ചെയ്തു. Another far more disastrous problem arose then during his third year at Oxford. ഓക്സ്ഫോർഡിൽ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. എന്താ അത്? ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി. ക്ലംസി എന്ന് വെച്ചാൽ ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. He did fallen once or twice for no apparent reason. ഒരു കാരണവും ഇല്ലാതെ ഒന്ന് രണ്ട് വട്ടം ബോഡി കുഴഞ്ഞവൻ വീഴുകയുണ്ടായി. The following autumn at Cambridge he had trouble trying his shoe and sometimes he had difficulty talking. അപ്പോൾ ഇവിടെ കേംബ്രിഡ്ജിൽ വന്ന സമയത്തും എന്തിനൊക്കെയാണ് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയത്? ഷൂ കെട്ടാൻ അവന് ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no cure. അപ്പോൾ അദ്ദേഹത്തിന്റെ 21ാമത്തെ വയസ്സിന് ശേഷം അദ്ദേഹത്തിന് വളരെ റയറായിട്ടുള്ള ഒരു അസുഖം പിടിപെടുകയുണ്ടായി. അതിന് കാര്യമായ ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. It caused a gradual disintegration of the nerve cells in the spinal cord and then brain. അപ്പോൾ ഗ്രാജുവൽ എന്ന് വെച്ചാൽ സാവധാനം. ആ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാവധാനം സെൽസിലൊക്കെ സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും സെൽസ് ഒക്കെ നശിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അറ്റ് ഫസ്റ്റ് ഹി വെന്റ് ഇൻ ടു ഡീപ് ഡിപ്രഷൻ. ഇങ്ങനെ രോഗമാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഡിപ്രഷനിലേക്ക് പോവുകയുണ്ടായി. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ought to do or what his future would be like. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയെന്ന് വെച്ചാൽ ഇനി ഞാൻ എന്താണ് ചെയ്യുക, എന്റെ ഭാവി എന്താവും എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. My dreams at that time were rather confused, he admitted. ആ സമയം എന്റെ ചിന്തകളും എന്റെ സ്വപ്നങ്ങളും എല്ലാം വളരെ കൺഫ്യൂഷൻ നിറഞ്ഞതായിരുന്നു. Before my condition was diagnosed, I had been very bored with life. എന്റെ ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതം വളരെ ബോറായിരുന്നു. There did not seem to be anything worth doing. എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. But shortly after I came out of hospital, I dreamed that I was going to be executed. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയുണ്ടായി. I suddenly realized that there were a lot of worthwhile things to do if I
വെയർ റിപ്രൈവ്ഡ്. അപ്പൊ എന്താ, ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്നെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. Another recurring dream was the idea of sacrificing my life to save others. എന്റെ അടുത്ത സ്വപ്നം എന്താണ്? എന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. After all, if I were going to die, I might as well do some good. ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്ക് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. Hawking's doctor hoped that his condition would stabilize, but the disease aggravated rapidly. ഹോക്കിങ്സിന്റെ ഡോക്ടർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ രോഗം സ്റ്റെബിലൈസ് ഒരു മാറ്റം ഇല്ലാതെ അതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഡിസീസ് അഗ്രിവേറ്റഡ് റാപ്പിഡ്ലി, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ നില വഷളാവാൻ തുടങ്ങി. ദേ സൂൺ ഇൻഫോം ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഒരു കാര്യം അറിയിച്ചു. എന്താ, 2 വർഷം കൂടിയേ ഇനി ജീവിക്കുള്ളൂ എന്നുള്ള സത്യം അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സ് അറിയിക്കുകയുണ്ടായി. 2 years passed. The progression of the disease had slowed. I didn't die. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥയെന്ന് പറയുന്നത് ഡിസീസ് പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ മരിച്ചിട്ടില്ല. In fact, although there was a cloud hanging over my future. Cloud hanging over my future എന്ന് വെച്ചാൽ ഫ്യൂച്ചറിന്റെ മേൽ മേഘപടലം തൂങ്ങിക്കിടക്കുക എന്നാണ് അർത്ഥം. അപ്പൊ എന്താ, ഫ്യൂച്ചറിന്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. I found to my surprise that I was enjoying life in the present more than before. അപ്പൊ എന്താ അദ്ദേഹം പറയുന്നത്, ഇപ്പോഴത്തെ ജീവിതം ഞാൻ വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എന്റെ മുൻപുള്ള ജീവിതത്തെ അപേക്ഷിച്ച്. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, though still a not too distant certainty, were postponed. ടോട്ടൽ ഡിസബിലിറ്റി എന്ന് വെച്ചാൽ എന്റെ മൊത്തത്തിലുള്ള വയ്യായ്മകള്, എന്റെ മൊത്തത്തിലുള്ള വയ്യായ്മകളും മരണവും എല്ലാം എന്താ, ഞാൻ സെർട്ടനിറ്റി എന്ന് വെച്ചാൽ ഉറപ്പ്, പോസ്റ്റ്പോൺ എന്ന് വെച്ചാൽ മാറ്റിവെക്കുക, അതെല്ലാം ഞാൻ കുറച്ചു നാളത്തേക്ക് മാറ്റിവെച്ചു എന്ന് വെച്ചാൽ ഞാൻ അതിനെ മറക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. Hawking had his reprieve, a precarious and a temporary one, but life was precious. അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, രോഗമുണ്ട്, എന്നാലും അതിൽ നിന്നൊരു ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലൈഫ് എന്ന് പറയുന്നത് പ്രീഷ്യസ് ആണ്, അമൂല്യമാണെന്നും പറയുന്നുണ്ട്. At a New Year's party at St. Albans just before he entered the hospital for tests, Hawking met Jane Wilde. അപ്പോൾ ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ ഉള്ള ന്യൂ ഇയർ പാർട്ടി, സെയിന്റ് ആൽബൻസിലെ ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് ജെയിൻ വൈൽഡിനെ കാണാനിടയായി. ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന പുതിയൊരു കഥാപാത്രമാണ്. പിന്നീട് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ജെയിൻ വൈൽഡ്. To her, this disheveled graduate student seemed terribly intelligent, eccentric and rather arrogant. Disheveled എന്ന് വെച്ചാൽ അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. മാത്രമല്ല ഇന്റലിജന്റ് ആണ്, ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. എക്സെൻട്രിക് ആൻഡ് റാദർ അരഗന്റ്. എക്സെൻട്രിക് എന്ന് വെച്ചാൽ അസാധാരണമായ വ്യക്തിയാണ്. അരഗന്റ് എന്ന് വെച്ചാൽ ഒരു ധാർഷ്ട്യക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ക് ഹിസ് വിറ്റ്. എന്നിരുന്നാലും എന്താ, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. When Jane met him again after his discharge from the hospital, he was really in a pathetic state. അപ്പൊ എന്താ, ജെയിൻ എന്നെ വീണ്ടും കാണാനിടയായി. ആ സമയം വളരെ വിഷമത്തോടെയുള്ള ഒരവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഐ തിങ്ക് ഹി വാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. അപ്പൊ എന്താ, ജീവിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുകയാണെന്ന് ഫീൽ ചെയ്തു. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്, ഷീ കമന്റഡ്. അദ്ദേഹത്തിന് എന്താ, കൺഫ്യൂഷനൊക്കെ തോന്നി, അവള് അങ്ങനെ പറഞ്ഞു. She was not, however, put off by his physical or mental condition. Put off എന്ന് വെച്ചാല് ഹേറ്റ്, വെറുക്കുക.
ഈ ഒരു അവസ്ഥ, അവന്റെ ഈ ഒരു അവസ്ഥയെ അവള് വെറുപ്പോടെ ഒന്നും നോക്കിയിരുന്നില്ല. She was rather a shy teenager, serious-minded, with a strong faith in God, ingrained from childhood by her mother, and a belief that good can come out of any adversity. അപ്പൊ എന്താ ഇനി അവളെ കുറിച്ച് പറയാണ്. അവള് ഷൈ ആയിട്ടുള്ള ഒരു ടീനേജർ പെൺകുട്ടിയാണ്, സീരിയസ് മൈൻഡഡ് ആണ്, പിന്നെ അന്ധമായിട്ട് ഗോഡിൽ വിശ്വസിക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണ്? ചെറുപ്പം മുതലേ തന്റെ പേരൻസിൽ നിന്ന്, അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ശീലം എന്ന് പറയുന്നു. മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഏതൊരു മോശപ്പെട്ട അവസ്ഥ ഉണ്ടായാലും അതിനുശേഷം നല്ലൊരു ഹാപ്പി ഒരു മൂമെന്റ് ഉണ്ടാവുമെന്നും അവള് പറയുന്നുണ്ട്. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഒപ്റ്റിമിസം എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം. ജെയിന്റെ ഈ വിശ്വാസമൊക്കെ സ്റ്റീഫൻ അംഗീകരിച്ചിരുന്നു. മാത്രമല്ല അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി. After a while, the two began to realize, in Jane's word, that together we could make something worthwhile. അപ്പോൾ നമുക്ക് ജെയിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോകത്തിനു വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നു. For Stephen, that made all the difference. ഒരു വ്യത്യാസം പോലും ഇല്ലാതെ. He applied for a research fellowship at SEAS, one of the college in Cambridge University. അങ്ങനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കോളേജിലേക്ക് റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഈ സ്റ്റീഫൻ. In 1965, at the age of 23, Hawking received this fellowship at SEAS. അപ്പോൾ എന്താ 1965 23 വയസ്സുള്ളപ്പോഴത്തേക്ക് ആ ഒരു ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. And in July of the same year, Jane and he were married. അതേ വർഷം തന്നെ ജൂലൈയിൽ നമ്മുടെ ജെയിനും ഹോക്കിങ്സും തമ്മിലുള്ള വിവാഹവും നടന്നു. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. അപ്പോൾ 1960 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് റീകോൾ ഓർത്തെടുത്ത് പറയുകയാണ് അദ്ദേഹം എങ്ങനായിരുന്നു അവിടെ നടന്നിരുന്നത്. ആ ഇടനാഴിയിലൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് കെയിൻ, ഒരു ചൂരൽവടി ഉണ്ടായിരുന്നു, ഭിത്തിയെ സപ്പോർട്ട് ചെയ്തായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെന്റ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തില് അദ്ദേഹം സംസാരിക്കുമ്പോഴത്തേക്ക് സംസാര വൈകല്യം, സ്പീച്ച് ഇംപെഡിമെന്റ്, വൈകല്യം എന്നാണ് അർത്ഥം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. More than that, they remember his brashness in sections involving some of the world's most distinguished scientists. Brashness എന്ന് വെച്ചാൽ ബോൾഡ്നെസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വയ്യായ്മയല്ല ആളുകൾ നോക്കുന്നത്, അദ്ദേഹം ഒരുപാട് സയന്റിസ്റ്റിന്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ബോൾഡ്നെസ് ആണ് പറയുന്നുണ്ട്. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. റിസർച്ചർ എന്ന് വെച്ചാൽ ഗവേഷകര്, റെവറൻഷ്യൽ സൈലൻസ് എന്ന് വെച്ചാൽ ആദരവോട് കൂടിയ നിശബ്ദത, ഡെയറിംഗ്ലി എന്ന് വെച്ചാൽ ധൈര്യപൂർവ്വം. അപ്പോൾ എന്താ ഇത്രയും നല്ല ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റിന്റെ മുമ്പിലൊക്കെ വളരെ ധൈര്യപൂർവ്വമാണ് ഹോക്കിങ്സ് നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. എന്താണ് സംസാരിക്കുന്നതെന്ന് നല്ല ബോധ്യത്തോടെയാണ് ഹോക്കിംഗ് സംസാരിക്കുന്നത്. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റീൻ ബിഗാൻ ദെൻ. റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ആദരവ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആദരവ് എന്ന് പറയുന്നത് എന്താ? ജീനിയസിനെ പോലെ അല്ലെങ്കിൽ ഐൻസ്റ്റീനെ പോലെ എന്ന് പറയുന്നു. In 1980, a practical need for fund launched him into a new enterprise that was to have a far-reaching impact on the Hawkings and other all over the world. അപ്പോൾ 1980 നമ്മുടെ ഹോക്കിങ്സ് പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അതുമൂലം ഹോക്കിങ്സ് ഫാമിലിയും ലോകത്തുള്ള മറ്റ് ഫാമിലിയിലൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടായതെന്ന് പറയുന്നു. He thought of writing a book about the universe.
യൂണിവേഴ്സിനെ പറ്റി ഒരു ബുക്ക് എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. About the most interesting question that had made him want to study cosmology and quantum theory. കോസ്മോളജിയിലും ക്വാണ്ടം തിയറിയിലും അദ്ദേഹം പഠിച്ച കുറെ വാല്യുബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. Where did the universe come from? എവിടെ നിന്നാണ് യൂണിവേഴ്സ് ഉണ്ടായത്? Is the universe infinite or does it have any boundaries? യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒന്നാണോ, അല്ലെങ്കിൽ അതിന് ബൗണ്ടറീസ്, അതിരുകൾ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. Will it come to an end? If so, how? ഇതിനൊരു അവസാനം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. Is there a complete theory of the universe and everything in it? ഈ യൂണിവേഴ്സിന്റെ കംപ്ലീറ്റ് തിയറിയും പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. Is there a beginning of time? എന്താ, സമയത്തിന്റെ തുടക്കമാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. Could time run back? സമയത്തെ മുന്നോട്ടല്ല പിന്നോട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. The book begins by rewinding the great theories of the cosmos from Newton to Einstein. അപ്പോൾ ഈ ബുക്ക് എഴുതുന്നതിന് മുന്നേ അദ്ദേഹം ആരുടെയൊക്കെ ബുക്കാണ് ഒന്ന് നോക്കുന്നത്? ന്യൂട്ടന്റെ, ഐൻസ്റ്റീന്റെ. ഇവരൊക്കെ കോസ്മോസ്, യൂണിവേഴ്സിനെ പറ്റി എഴുതിയ ബുക്കുകളൊക്കെ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നുണ്ട്, അതായത് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. He wrote the book to make science understandable to non-scientists. അപ്പോൾ സയന്റിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്കും സയൻസ് ഒട്ടും അറിയാത്ത ആൾക്കാർക്കും മനസ്സിലാകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതാൻ തുടങ്ങുന്നത്. He completed the first draft in 1984. 1984 അദ്ദേഹം ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. While the revision process was going on, he made a trip to Switzerland. അപ്പോൾ ആ ബുക്കിന്റെ റിവിഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. There he was down with pneumonia and was left on a life support system. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ അദ്ദേഹം ജീവിതം തുടരുകയും ചെയ്തു. Doctors gave a choice as to whether a tracheotomy operation which would remove his windpipe should be conducted or not. അപ്പോൾ എന്താ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം എന്താ? ട്രക്കിയോട്ടമി ഓപ്പറേഷൻ നടത്തണം എന്നാണ് ഒരു സജഷൻ വെച്ചത്. വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. അത് എന്താന്ന് വെച്ചാൽ എന്താ, അദ്ദേഹത്തിന്റെ വിൻഡ് പൈപ്പ് എടുത്ത് മാറ്റണം. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്, എന്നാലേ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ബട്ട് ആഫ്റ്റർവേർഡ് ഹി വുഡ് നെവർ അഗെയിൻ ടു ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സംസാരിക്കാനോ ഒരു സൗണ്ട് പുറപ്പെടുവിക്കാനോ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. വിത്ത് ഗ്രേവ് മിസ്ഗീവ്നെസ് ജെയിൻ കൺസെൻറ്റഡ്. അപ്പോൾ എന്താ, വളരെ ആശങ്കയോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യ ഇതിനു വേണ്ടി സമ്മതിക്കുന്നുണ്ട്. ദ ഫ്യൂച്ചർ ലുക്ക് വെരി ബ്ലീക്ക്, ജെയിൻ റിമാർക്ക്. അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ, വേദന നിറഞ്ഞ ഒന്നാണെന്ന് പറയുന്നുണ്ട്. Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his throat. മൗത്തിലൂടെയും നോസിലൂടെയും ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രോട്ടിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, അതുവഴിയാണ്. After many weeks of intensive care, he went home to join Jane and his 3 children. അപ്പോൾ ആഴ്ചകളുടെ തീവ്ര പരിചരണത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജെയിനും 3 മക്കളും കൂടെയുണ്ട്. He was still too weak and ill to continue his research. ഇപ്പോഴും അദ്ദേഹം രോഗാവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. Walt Waltz, a computer expert in California, sent him a program he had developed called the Equalizer. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ഹോക്കിങ്സിന് ഒരു പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ അത്? ഇക്വലൈസർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. വിച്ച് അലൗഡ് ഹോക്കിങ്സ് ടു സെലക്ട് വേർഡ് ഫ്രം ദ സ്ക്രീൻ. അപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ട് വേർഡ്സ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഹി തോട്ട് ഹി വുഡ് ബി അൺഏബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. അപ്പോൾ നമ്മുടെ ഹോക്കിങ്സ് ചിന്തിക്കുകയാണ്, ഇനി ഞാൻ എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ ബുക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡന്റ് ബ്രയാൻ വിറ്റ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റിന്റെ സഹായത്തോടെ 1988
ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. September 2005 saw the release of an abridged version of the original book. അപ്പോൾ 2005 സെപ്റ്റംബറിൽ ഒറിജിനൽ ബുക്കിന്റെ ഒരു ചുരുക്കിയുള്ള ഒരു ബുക്ക് റിലീസ് ചെയ്യാൻ കഴിഞ്ഞു. This version was updated to address the new issue that had arisen due to further scientific development. മുന്നോട്ടുള്ള ഡെവലപ്മെന്റ്, സയന്റിഫിക് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ഈ ഒരു അപ്ഡേറ്റഡ് വേർഷൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. വൺ വിൽ എൻകൗണ്ടർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സസ് ഇൻ ദ ബുക്ക്. അപ്പോൾ നമ്മുടെ ഈ ബുക്കിൽ കുറച്ചധികം പാരഡോക്സസ്, വിരോധാഭാസമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ, ഇപ്പൊ നമ്മൾ സയൻസോ ആളുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം. കാര്യങ്ങൾ എല്ലാം ഒരുപോലെ അല്ല എന്നാണ് പറയുന്നത്. ആൻഡ് പീസസ് ദാറ്റ് ought to fit together refuse to do so. അപ്പോൾ ഒരുമിച്ച് കൂടി ചേരും എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അവ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ് മേ ബി എൻഡിങ്. ഇപ്പോൾ തുടക്കം എന്ന് പറയുന്നത് ഒടുക്കമല്ല എന്ന് പറയുന്നുണ്ട്. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. എന്താ, നമ്മുടെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്നത് എന്തിനാണ്? ഹാപ്പിനെസ്സിലാണെന്ന് പറയുന്നു. ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. അത് നമ്മളെ ഫെയിം ആക്കുന്നു, സക്സസ് ആക്കുന്നു എന്ന് പറയുന്നുണ്ട്. ടു ഗ്രേറ്റ് സയന്റിഫിക് തിയറീസ് ടേക്കൻ ടുഗദർ സീം ടു ഗീവ് ആസ് നോൺസെൻസ്. രണ്ട് സയന്റിഫിക് തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നോൺസെൻസ് ആണെന്ന് പറയുന്നു. എംറ്റി സ്പേസ് ഈസ് ഇൻ എംറ്റി. എംറ്റി സ്പേസ് എന്ന് പറയുന്നത് എംറ്റി അല്ലെന്ന് പറയുന്നു. ബ്ലാക്ക് ഹോൾസ് ആർ ഇൻ ബ്ലാക്ക്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ലെന്ന് പറയുന്നു. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയർ ഷോക്ക് ആൻഡ് പിറ്റി ടേക്ക് ആസ് ലാഫിംഗ് ടു വയർ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ought to be but are not. അപ്പോൾ ഇനി അടുത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയാണ്. അപ്പോൾ അയാളെ കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? വളരെ ഷോക്കായിട്ട്, പിറ്റിയായിട്ട് തോന്നുന്നുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അയാൾ ചിരിച്ചുകൊണ്ട് ടൈമിന്റെയും സ്പേസിന്റെയും ബൗണ്ടറിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയല്ല ആ ബൗണ്ടറി എന്ന് പറയുന്നു. It is of course a miracle that Hawking has been able to achieve everything he has, that he is still alive. അപ്പോൾ ഇതൊക്കെ ഒരു മിറക്കിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, മാത്രമല്ല ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും. However, when you experience his intelligence and humor, ഇപ്പോൾ നമ്മ ഹോക്കിങ്സിന്റെ ഇന്റലിജൻസും ഹ്യൂമറും എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് യു ബിഗിൻ ടു ടേക്ക് ഹിസ് അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹത്തിന്റെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടിനെ ഒന്നും നമ്മൾ നോക്കാറില്ല. യു obviously catastrophic physical problems no more seriously than he seems to himself. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ അദ്ദേഹത്തിന് മാത്രമേ നല്ലപോലെ ഫീൽ ചെയ്യത്തുള്ളൂ. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അത് ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസും ഹ്യൂമറും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. That is exactly the way he want it. He chose to ignore the difficulty and he accept others to adopt the same attitude. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വേറൊരാൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവരും എൻ്റെ ഈ സെയിം ആറ്റിറ്റ്യൂഡായിരിക്കും എടുക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. ക്രിപ്ലിംഗ് എന്ന് വെച്ചാൽ വൈകല്യം, ഡിസേബിൾഡ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വൈകല്യമുള്ള ഒരാളാണ്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം അതിനെ ഓവർകം ചെയ്തു, മറികടന്നു. എവിടെ എത്തി? ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. വേൾഡ് ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ അദ്ദേഹം സൂപ്പർനോവയായെന്നാണ് പറയുന്നത്. ഇപ്പോൾ വൈകല്യം ഒന്നും ഒരു തടസ്സമല്ല. നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യം നമ്മൾ അച്ചീവ് തന്നെ ചെയ്യണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.